ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കേരളത്തിൽ ഇന്ന് മദ്യവിരുദ്ധ സമിതി കേരള കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ പ്രവർത്തനോന്മുഖമാണ്. പക്ഷേ എത്ര ശബ്ദിച്ചാലും എത്ര പ്രവർത്തിച്ചാലും കേൾക്കില്ല എന്ന രീതിയിലാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. നമ്മുടെ കേരളം, ദൈവത്തിൻ്റെ നാട്, മദ്യപ്പുഴയായി മാറുന്നു. അതുമാത്രമല്ല, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മറ്റെല്ലാ പ്രദേശത്തേക്കാൾ ഇന്ന് നമ്മുടെ നാട്ടിൽ കൂടി വരുന്നു. യുവജനങ്ങളുടെ ഇടയിൽ, സ്ത്രീകളുടെ ഇടയിൽ, പ്രായമായവരുടെ ഇടയിൽ ഇത് വർദ്ധമാനമാണ്. ഇതിനെതിരെ നമ്മൾ ശബ്ദമുയർത്തിയിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുക? കേരളത്തിലെ കുടുംബങ്ങൾ, യുവജനങ്ങൾ, സ്ത്രീകൾ അവരുടെ ആത്മഹത്യാപരമായ ഒരു പ്രവണതയിലേക്ക്, ശാപത്തിലേക്ക് അത് നമ്മെ നയിക്കും. ഗവൺമെൻറ്റിൻ്റെ പുതിയ നയങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഭയം തോന്നുകയാണ്. മനുഷ്യനെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ മൂല്യങ്ങളെക്കുറിച്ചോ ചിന്തയില്ലാതെ ഖജനാവ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇത്തരം നീക്കങ്ങൾ തീർത്തും അബദ്ധകരമാണ്. ബിയർ പാർലറുകൾ തുറക്കുക, ഫ്രൂട്ട്സിൽ നിന്ന് അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് മദ്യം ഉണ്ടാക്കുക, എന്നിട്ട് വിതരണം ചെയ്യുക, കള്ളുഷാപ്പുകൾക്ക് ലൈസൻസ് കൊടുത്ത് സ്റ്റാർ പദവിയിലേക്ക് അതിനെ ഉയർത്തുക. ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള നീക്കം നടക്കുമ്പോൾ മറുഭാഗത്ത് അഡ്വർടൈസ്മെൻറ്റിന് ധാരാളം രൂപ മുടക്കി പാടില്ല എന്ന് പറയുന്നു. ഇത് രണ്ടും കൂടി ചേരില്ല. ഏതായാലും അതിൻ്റെ അർത്ഥം എവിടെയോ ഒരു നിഗൂഢ ലക്ഷ്യം ഇതിനകത്തുണ്ട്. ഗവൺമെൻറ് ലക്ഷ്യം, നയം ഗവൺമെൻറ് വ്യക്തമാക്കണം. ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ് ജനത്തിൻ്റെ സമാധാനവും ശാന്തിയും കുടുംബത്തിൻ്റെ ഭദ്രതയും ഈ യുവതലമുറയുടെ നന്മയും. പക്ഷേ ഇപ്രകാരം കേരളത്തെ നമ്മൾ നിയന്ത്രിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഭാവി അനിശ്ചിതത്വത്തിലാണ്. ഒരു കാലത്ത് പഞ്ചാബായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും ലഹരി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രദേശം. ഇന്ന് ആ സ്ഥാനം കേരളത്തിന് അധികം വൈകാതെ ഒന്നാം സ്ഥാനം കൈവരാൻ പോവുകയാണ്. ഇന്ന് കേരളമാണ് ലഹരി വിപണിയുടെ ഹബ്ബ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചു കേട്ട പത്രവാർത്തകൾ എത്രയോ ഭീതിജനകമാണ്. പാകിസ്ഥാനിൽ നിന്നും ഇറാനിൽ നിന്നുമൊക്കെ നമ്മുടെ കടൽ മാർഗം ഇത് സാധനം എത്തിക്കുന്നു. ഇതിന് പിന്നിൽ എപ്പോഴും കാണുന്ന പേരുകൾ ഒരു പക്ഷേ പറയാൻ കൊള്ളില്ലെങ്കിലും നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്നതാണ്. പക്ഷേ ഉപയോഗിക്കുന്നവരുടെ സംഖ്യ വരുമ്പോൾ നമ്മുടെ മക്കളാണ് ഇതിനകത്ത് വന്നുപെടുന്നത്. അതുകൊണ്ട് ഇത് ഒരു ഓർമ്മപ്പെടുത്തലായി നിൽക്കണം. ഡോക്ടർ വന്ദനയുടെ ദാരുണമായ മരണം, എറണാകുളത്തെ അതുപോലെ ധാരാളം ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണം, ഇതെല്ലാം ലഹരി ഉണ്ടാക്കിയ വിപത്തുകളാണ്. ഇതിനെതിരെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവർണർ ഒരു ഓർഡിനൻസ് ഒപ്പുവെച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല. ഈ മദ്യമെന്ന ലഹരി എന്ന വിപത്തിനെ ഇല്ലാതാക്കാനുള്ള പരിശ്രമങ്ങൾ നടത്താതെ ഹോസ്പിറ്റലിൽ കുറച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ട് എന്താ പ്രയോജനം? പുതിയ മദ്യനയത്തെക്കുറിച്ച് ഗവൺമെൻറ് ചിന്തിക്കുമ്പോൾ ഇതില്ലാതാക്കാനുള്ള പരിപാടികളിലേക്ക് ശ്രദ്ധിക്കണം. പുതിയ ഷാപ്പുകൾ തുറക്കാൻ പാടില്ല. നമ്മുടെ ആളുകളെ, നമ്മുടെ കുടുംബങ്ങളെ മദ്യലഹരിയിൽ ആഴ്ത്താൻ പാടില്ല. അതുപോലെ ഗവൺമെൻറ് ആത്മാർത്ഥതയോടാണ് സംസാരിക്കുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ബിയർ പബ്ബുകളും ഇതുപോലെയുള്ള കാര്യങ്ങളും അതിൽ നിന്ന് കിട്ടുന്ന സ്വത്തുമൊക്കെ വേണ്ടെന്ന് വയ്ക്കണം. ജനത്തിൻ്റെ, മനുഷ്യരുടെ ഉയർച്ച, നന്മ, അവരുടെ ആരോഗ്യം, അതൊക്കെ ആയിരിക്കട്ടെ ഗവൺമെൻറ്റിൻ്റെ ചിന്ത. അതുകൊണ്ട് KCBC ടെമ്പറൻസ് കമ്മീഷൻ, മദ്യവിരുദ്ധ കമ്മീഷൻ ശക്തമായി ഇത്തരമുള്ള നടപടികളെ അപലപിക്കുകയാണ്. ഇനി എന്തെങ്കിലുമൊക്കെ ഓർഡിനൻസ് ഇറക്കാൻ തീരുമാനിക്കുന്നെങ്കിൽ മനുഷ്യൻ്റെ നന്മ, കുടുംബങ്ങളുടെ നന്മ, മൂല്യം ഇത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടായിരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ സഭയുടെ നിലപാടാണിത്. ഈ നിലപാടാണ് ഞാൻ വ്യക്തമാക്കുന്നത്. കുടുംബങ്ങളും സ്കൂളുകളും അതുപോലെയുള്ള എല്ലാ സ്ഥാപനങ്ങളും ഇക്കാര്യത്തിൽ വേണ്ട സത്വരമായ ശ്രദ്ധ കൊടുത്തില്ല എങ്കിൽ നമ്മൾ അധപതനത്തിലേക്ക് പോകുകയാണ്. ഈ ഒരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ.
ഗവൺമെൻറ്റും അധികാരികളും വേണ്ടപ്പെട്ടവരും നമ്മുടെ സഭയും ഇതിന് മുൻകൈയെടുത്ത് പ്രവർത്തിക്കണമെന്ന് ഏറ്റവും സ്നേഹത്തോട് വിനയത്തോട് അപേക്ഷിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ചെയർമാൻ KCBC ടെമ്പറൻസ് കമ്മീഷൻ.